ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി പരിഗണിക്കുന്നതിനായി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കൊലപാതക സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി. അക്കാര്യം അന്വേഷണ പരിധിയിലുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ആന്തരിക അവയവ ഭാഗങ്ങൾ എന്തുകൊണ്ട് ശേഖരിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. അപൂർവമായ കേസുകളിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നും ഹൈക്കോടതി പറയുന്നു. ശരിയായ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ അറിയിച്ചു. 55 കിലോ ഭാരമുള്ള നവീൻ ബാബു വളരെ ഭാരം കുറഞ്ഞ കയറിൽ തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല എന്നും ഹർജിക്കാരി പറയുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടതിലുള്ള വേദനയിലാണ് ADM ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ADM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണം എന്നുള്ള ഹർജിയാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചത്. ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആവർത്തിക്കുന്നു. ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വാദം തുടരുകയാണ്. സംസ്ഥാന സർക്കാർ നൽകിയ വാദഗതികൾ, അതായത് നേരത്തെ ഹർജിക്കാരി ഈ CBI അന്വേഷണം എന്തുകൊണ്ടാണ് താൻ ആവശ്യപ്പെടുന്നതെന്നുള്ള കാരണങ്ങളാണ് ഹൈക്കോടതിയിൽ നിരത്തിയത്. പക്ഷെ അതിനെതിരായിട്ടുള്ള മറുവാദങ്ങളിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത് പൊതുസമൂഹത്തിന് മുൻപിൽ അപമാനിക്കപ്പെട്ടതിലുള്ള വേദനയിലാണ് ADM ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. ചില സംശയങ്ങൾ അല്ലാതെ കേസിലേക്ക് വെളിച്ചം വീശുന്ന പുതുതായിട്ടൊന്നും തന്നെ ഹർജിക്കാരിയായിട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വാദഗതിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ആ സമയത്ത് ഹൈക്കോടതി ചോദിച്ച ചില പ്രസക്തമായിട്ടുള്ള ചോദ്യഭാഗങ്ങളുണ്ട്. പരിശോധനയ്ക്കായിട്ട് ആന്തരിക അവയവ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ശേഖരിക്കാതിരുന്നത്? അതോടൊപ്പം തന്നെ ഈ കൊലപാതകം ആണോ എന്നുള്ളൊരു സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കുടുംബത്തിന് അക്കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിശോധിക്കുന്നുണ്ടോ എന്നത് സംസ്ഥാന സർക്കാരിനോട് ചോദ്യം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തു. അതിന് സർക്കാർ മറുപടി നൽകിയിട്ടുള്ളത് കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം കുടുംബം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ അക്കാര്യവും നിലവിലെ അന്വേഷണ സംഘം പരിഗണിക്കും. അതും പരിശോധിച്ചു തന്നെ അതിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പ്രധാനമായിട്ടും ഹർജിക്കാരി ഇന്ന് ഉന്നയിച്ച വാദഗതികളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും വ്യത്യസ്തതകളാണ്. അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നേരത്തെ അടിവസ്ത്രത്തിൽ രക്തക്കറ കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നപ്പോഴേക്കും അത് കാണാനില്ല. ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഹർജിക്കാരിയായിട്ടുള്ള മഞ്ജുഷ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഈ 55 കിലോഗ്രാം ഭാരമുള്ള വ്യക്തിയാണ് നവീൻ ബാബു. ഏറ്റവും വളരെ കനം കുറഞ്ഞ കയറിന്മേലാണ് അദ്ദേഹം തൂങ്ങിയിരിക്കുന്നത്. ഇത്രയധികം ഭാരമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര ചെറിയ ഒരു കയറിൽ തൂങ്ങുക? ഇത് തന്നെയാണ് കൊലപാതകം, അതായത് കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം, കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം നിഴലിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നും ഹർജിക്കാരി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ ഒരു അന്വേഷണം, മുൻകാല അന്വേഷണങ്ങൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിൽ ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ CBIയുടെ മികച്ച രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ സംശയം ദൂരീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഹർജിക്കാരി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാട് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് റെയറസ്റ്റ് ഓഫ് റെയർ കേസുകളിൽ, അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് CBIക്ക് അന്വേഷണം കൈമാറേണ്ടി വരുന്നത് എന്നുള്ള ഒരു പരാമർശം കൂടി ജസ്റ്റിസ് കൗസർ അടക്കത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഹർജിക്കാരി പറഞ്ഞത് സംശയങ്ങൾ നിഴലിക്കുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ മികച്ച രീതിയിലുള്ള അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് അപൂർവമല്ലാത്ത പല കേസുകളിലും കേരള ഹൈക്കോടതി CBIക്ക് വിട്ട ചരിത്രമുണ്ട്. അതും കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കണമെന്നാണ് ഹർജിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചത്. എന്തായാലും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ആത്മഹത്യ തന്നെയാണ്. PP ദിവ്യയുടെ സ്വാധീനം അത് കേസ് അട്ടിമറിക്കപ്പെടുമെന്ന ഹർജിക്കാരിയുടെ വാദം അത് മുഖവിലയ്ക്കടക്കേണ്ടതില്ല എന്നുള്ള ഒരു മറുവാദം കൂടി സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജയിലിൽ കിടക്കുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഈ ഒരു വാദഗതി എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും PP ദിവ്യ ഇപ്പോഴും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നിലവിൽ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് ഈ PP ദിവ്യ. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള സ്വാധീനം
പാർട്ടിയിലും സർക്കാരിലും പി ദിവ്യയ്ക്കുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ ഈ നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിനെ കൊണ്ട് സാധിക്കില്ല എന്നതാണ് ഹർജിക്കാരി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ ADMന്റെ മരണം ആത്മഹത്യ എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിലും അന്വേഷണം മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയത്തിന്മേലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുകയെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഹൈക്കോടതി അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ ആന്തരിക അവയവങ്ങൾ അത് എന്തുകൊണ്ട് ശേഖരിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് കോടതി ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഹർജിയിന്മേലുള്ള വാദഗതികൾ ഹൈക്കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ADM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. അപ്പോഴാണ് സർക്കാരിനോട് വിവിധ സംശയങ്ങൾ കോടതി ഉന്നയിച്ചത്. ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാർ അന്വേഷിച്ചു വരികയാണ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി കോടതി അറിയിച്ചു. എന്തായാലും ഈ കേസ് തിങ്കളാഴ്ച വീണ്ടും കോടതി പരിഗണിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.